അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ദിക്റുകളിൽ മറ്റൊരു ദുആയാണ്, ഒരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു ഉശ്ഹിദുക വ ഉശ്ഹിദു ഹംലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. ഈ ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ അതിൽ ദുർബലത പറയുന്നുണ്ടെങ്കിലും ഹസൻ എന്ന് പറയുന്ന പദവിയിലാണ് ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ദിക്ർ നിൽക്കുന്നത് എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അത് ഹസൻ എന്ന ആ വിധിയുടെ, ആ ഹുക്കുമിൻ്റെ താഴേക്കത് വരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹസൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വീകരിക്കാവുന്ന, അംഗീകരിക്കാവുന്ന റിപ്പോർട്ട് എന്നാണ്. സ്വഹീഹ് എന്ന് പറയുന്ന ഹദീസിൻ്റെ അത്രയും ബലം ഇല്ലെങ്കിലും സ്വീകരിക്കാവുന്ന ഹദീസാണ്. അതാണ് ഹസൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ ഈ പ്രാർത്ഥനയിലുള്ള അസ്ബഹത്തു എന്ന പദമാണ് ദുർബലതയുള്ളത്, അതുകൊണ്ട് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന അർത്ഥത്തിലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി ഉശ്ഹിദുക എന്ന് പറഞ്ഞാലും മതി. വലിയൊരു ആശയം ഉള്ള ഒരു പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഇത് ചൊല്ലുകയാണ്, എന്ത്? അല്ലാഹുമ്മ ഇന്നി ഉശ്ഹിദുക, അല്ലാഹുവെ നിന്നെ ഞാൻ സാക്ഷിയാക്കുന്നു, നീ സാക്ഷിയാണ്. വ ഉശ്ഹിദു ഹമലത അർശിക, നിൻ്റെ അർശിനെ ചുമക്കുന്നവരും, അതായത് ചുമക്കുന്ന മലക്കുകൾ. വ മലായികതക, നിൻ്റെ മറ്റു മലക്കുകൾ. അപ്പോൾ ഇവരെയെല്ലാം സാക്ഷിയാക്കി ഞാൻ പറയുന്നു. വ ജമീഅ ഖൽഖിക, അതുമാത്രമല്ല നിൻ്റെ എല്ലാ സൃഷ്ടികളെയും, അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ട് എന്തുണ്ടോ അവയെല്ലാം സാക്ഷിയാക്കി ഞാൻ പറയുന്നു. അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ല അൻത, നീയാണ് അള്ളാഹു, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിൻ്റെ പ്രവാചകനാണ്, നിൻ്റെ അടിമയുമാണ്. അപ്പോൾ ഷഹാദത്ത് കലിമയുടെ ഒരു അർത്ഥവും ആശയവുമാണ്, പദങ്ങളുമാണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് നമ്മൾ പറയുന്ന ആ കലിമത്തു തൗഹീദിൻ്റെ, ഷഹാദത്തിൻ്റെ വചനങ്ങളുടെ അതേ ആശയം ഉൾക്കൊള്ളുന്ന ചെറിയ പദവ്യത്യാസത്തോടു കൂടിയുള്ള പദപ്രയോഗങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് എന്ന് മാത്രം. അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ല അൻത, ആരാധനക്കർഹനായി നീയല്ലാതെ മറ്റാരുമില്ല. അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൻ്റെ അടിമയാണ്, നിൻ്റെ റസൂലുമാണ്. ഇത് ഒരു വ്യക്തി ഈ ദുആയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് ഒരാൾ ഒരു തവണ ആരെങ്കിലും ചൊല്ലിയാൽ അഅതഖല്ലാഹു റുബുഅഹു മിനന്നാർ, അവൻ്റെ 1/4 അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഫമൻ ഖാലഹ മറത്തൈനി, 2 തവണ ഇത് ആരെങ്കിലും പറഞ്ഞാൽ അഅതഖല്ലാഹു നിസ്ഫഹു, അല്ലാഹു തആല അവൻ്റെ പകുതിയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അതുപോലെ തന്നെ അത് 3 തവണ ആരെങ്കിലും പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ 3/4 നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഫൈൻ ഖാലഹ അർബഅൻ, 4 തവണ അത് ആരെങ്കിലും പറഞ്ഞാൽ അഅതഖല്ലാഹു മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പൂർണ്ണമായും നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് നരകമോചനത്തിന് കാരണമാകുന്ന, നരകമോചനത്തിന് ഹേതുവാകുന്ന രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളിൽ നമുക്കത് ഉൾപ്പെടുത്താവുന്നതാണ്. അത്രയും മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി ഉശ്ഹിദുക, അതിൽ അസ്ബഹത്തു എന്നുള്ള പദത്തെക്കുറിച്ച് പണ്ഡിതന്മാർ അത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ പദം വേണമെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി ഉശ്ഹിദുക വ ഉശ്ഹിദു ഹംലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ല അൻത വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.